ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പയിനിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വർഗീയതയുടെയും വിധ്വംസക പ്രവർത്തനങ്ങളുടേതുമായ ഭീതിപ്പെടുത്തുന്ന ആശങ്കയുണർത്തുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് തന്നെ മുസ്ലിമിന് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംവദിക്കാൻ സാധിക്കുമെന്ന നല്ല സന്ദേശമാണ് ഈ കാലയളവിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് നേരെ വിവിധ തലങ്ങളിൽ നിന്ന് ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. 2016 ഈ വർഷം ഫെബ്രുവരി 19 JNUവിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രമുഖ മാധ്യമപ്രവർത്തകൻ പി സായിനാഥ് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ ഇന്ത്യയുടെ ബഹുസ്വരതയുടെ വളരെ മനോഹരമായൊരു ചിത്രം അദ്ദേഹം വരച്ചു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് 780 ഭാഷകൾ സംസാരിക്കുന്നു. അതിൽ 300 ദശലക്ഷം ആളുകൾ ഒരേ ഭാഷ സംസാരിക്കുന്നു. 6 ഭാഷകൾ 50 ദശലക്ഷം ആളുകൾ സംസാരിക്കുമ്പോൾ മറ്റ് 3 ഭാഷകൾ 50 ദശലക്ഷത്തിലേറെ ആളുകൾ സംസാരിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഒരേ ഒരു മനുഷ്യൻ, അവിടെയുള്ള ഒരാൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയെക്കുറിച്ച്, ജെറു എന്ന ഭാഷയെക്കുറിച്ചും സായിനാഥ് പറയുന്നുണ്ട്. ത്രിപുരയിലെ 7 പേർ മാത്രം സംസാരിക്കുന്ന സൈമാർ എന്ന ഭാഷയെക്കുറിച്ചും സായിനാഥ് ആ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നു. ത്രിപുരയിൽ സൈമാർ ഭാഷ സംസാരിക്കുന്നത് 7 പേരാണ്. ആൻഡമാനിൽ ജെറു ഭാഷ സംസാരിക്കുന്നത് ഒരേ ഒരാളാണ് ജീവിച്ചിരിക്കുന്നത്. എന്ന് പൊതുവിൽ പറയുമ്പോഴും നമുക്കിടയിൽ പല മലയാളങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്ന ഒരു മലയാളമല്ല മലപ്പുറത്തും കോഴിക്കോട്ടും താമസിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത്. കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷയല്ല വയനാട്ടിൽ സംസാരിക്കുന്നത്. ഒരേ ഭാഷയ്ക്കകത്ത് തന്നെ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ വേഷങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ ചിട്ടകളിൽ, നമ്മുടെ ശീലങ്ങളിലൊക്കെയും ഈ വൈവിധ്യം നമ്മൾ നിറഞ്ഞു കാണുകയാണ്. ഈ ബഹുസ്വരത തന്നെയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ബഹുസ്വരതയെ തകർക്കുന്ന ചില നീക്കങ്ങൾ, ചില പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്ന കാലത്താണ് SSFിൻ്റെ മാനവ സംഗമവും സൗഹൃദകാലം ക്യാമ്പയിനുമൊക്കെ വളരെയേറെ പ്രസക്തിയേറുന്നത്. ഉത്തരാധുനികതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇമേജ് കൺസ്യൂമറിസം എന്നൊരു പ്രയോഗം പൊതുവിൽ കടന്നു വരാറുണ്ട്. ഇമേജ് കൺസ്യൂമറിസം എന്നതുകൊണ്ട് താല്പര്യപ്പെടുന്നത് ഒരു വ്യക്തിയെയോ ഒരു സംഭവത്തെയോ അതിൻ്റെ യഥാർത്ഥ ചരിത്ര മൂല്യത്തിൽ നടത്തി മാറ്റി അതിനപ്പുറത്തേക്ക് അതിനൊരു കാൽപ്പനിക ശോഭയോട് അവതരിപ്പിച്ച് വിറ്റഴിക്കാനുള്ള ശ്രമങ്ങളെയാണ് ഇമേജ് കൺസ്യൂമറിസം എന്ന് ഉത്തരാധുനികതയുടെ ഭാഗമായി പറയാറുള്ളത്. നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊരു ഇമേജ് കൺസ്യൂമറിസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കുകയും ചില കാര്യങ്ങളെയും ചില വ്യക്തികളെയും ഒക്കെ കാൽപ്പനിക ശോഭയോടുകൂടി അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് കറൻസിയുടെ പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ ബാങ്കുകളിലും ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ്. കയ്യിലുള്ള പണം എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെയാണ് അത് ചെലവഴിക്കേണ്ടത്, എവിടെയാണ് എന്ന് ചെലവഴിക്കേണ്ടത് എന്ന് പോലും അറിയാതെ ജനം നട്ടം തിരിയുന്ന കാലത്തും നമ്മുടെ രാജ്യത്തെ ചില ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു,
ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പലതും ത്യജിച്ചവരാണ് എന്ന് അവർ പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർ, ധീരരായ സൈനികർ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്നുണ്ട്. അവരുടെ കാവൽ നിൽക്കുന്നതിനോളം അവരനുഭവിക്കുന്ന യാതനയോളം നിങ്ങൾ അനുഭവിക്കുന്നില്ലല്ലോ എന്ന് ഓരോ ബാങ്കിന് മുന്നിലും ക്യൂ നിൽക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവരെ നോക്കി ചില ഉത്തരവാദപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ തന്നെ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അങ്ങനെ ഒരു കാലത്താണ് ഇമേജ് കൺസ്യൂമറിസം, യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ കാൽപ്പനിക ശോഭയോടുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ചില കള്ളക്കണ്ണീരിനാൽ ജനങ്ങളുടെ രോഷത്തെയും ജനങ്ങളുടെ വേദനയെയും ഒക്കെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി, ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കഷണ്ടി എന്ന കവിതയിൽ KG ശങ്കരപ്പിള്ള പറയുന്നുണ്ട്, കൂട്ടുകാരാ, ഭീരുത്വം കൊണ്ട് ഒരു പട്ടിയും കുരയ്ക്കാതിരുന്നിട്ടില്ല. ഇതാ കള്ളൻ, ഇതാ ജാരൻ, ഇതാ ബോറൻ, ഇതാ വിരുന്നുകാരൻ, ഇതാ പിരിവുകാരൻ എന്ന് ഓരോ പട്ടിയും അവന്റെ ദർശനം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വായിൽ എല്ലില്ലാതെ, നാക്കിൽ എല്ലില്ലാതെ നമ്മളിപ്പോഴും നിശബ്ദരായിരിക്കുന്നതിനെ കുറിച്ച് KG ശങ്കരപ്പിള്ള എഴുതിയിട്ടുണ്ട്. നിശബ്ദത തന്നെയാണ് നമ്മുടെ കാലത്തെ വലിയ പ്രതിസന്ധികളിലൊന്ന്. യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ തുറന്നു പിടിക്കുന്ന കണ്ണുകളാണ് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ കാവലാളുകളാവുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആരാണ് ഗാന്ധിയെ കൊന്നത് എന്ന്, നമ്മുടെ രാജ്യത്തെ വർഗീയ കലാപങ്ങൾ, നമ്മുടെ രാജ്യത്തെ ബഹുസ്വരതക്കെതിരായ ഭീഷണികൾ ഉയർത്തിയത് ആരാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യപരമായ രാഷ്ട്രീയ ധർമ്മമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മളെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൺതുറക്കണം. ആരാണ് നമ്മുടെ രാജ്യത്തെ അപകടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആരാണ് നമ്മുടെ രാജ്യത്തെ ചില ചെറുപ്പക്കാരെയെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോയത് എന്ന്, ആരാണ് ഇസ്ലാമിന്റെ പേരിൽ ഭീകരതയെ പാലൂട്ടി വളർത്തിയത് എന്ന് ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം. സലഫിസമാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവും നമുക്കുണ്ടാകണം. യാഥാർത്ഥ്യങ്ങളെ കാണാതെ കാൽപ്പനിക ശോഭയിൽ അഭിരമിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിന് കാവലിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. മാനവ സംഗമത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിനാണ് നമ്മുടെ ഈ വേദി ഇണരുന്നത്. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഡോക്ടർ സുരേഷ് കൈർനാർ ആണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി സഞ്ചരിക്കുകയും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുകയും ചെയ്യുന്ന ആളാണ് ബഹുമാന്യനായ ഡോക്ടർ സുരേഷ് കൈർനാർ. 1973 അമരാവതി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി നേരെ അദ്ദേഹം ചെന്നുപെടുന്നത് ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റിലേക്കാണ്, പ്രസ്ഥാനത്തിലേക്കാണ്. അതിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും തുടർന്ന് നമ്മുടെ രാജ്യത്തിന്റെ പാവപ്പെട്ടവരോട് സംബോധന ചെയ്യുന്നതിന് വേണ്ടി, തന്റെ രാജ്യത്തെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സംബോധന ചെയ്യുന്നതിന് വേണ്ടി നിരന്തരമായി യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഈ അടുത്ത് അദ്ദേഹം കാശ്മീർ സന്ദർശിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ JNU സന്ദർശിക്കുകയുണ്ടായി. JNUവിൽ നിന്ന് ഒരു മാസം മുമ്പ് കാണാതായ നജീബിന്റെ സഹോദരി അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. ഇങ്ങനെ ജനാധിപത്യ ധ്വംസനങ്ങൾ നടക്കുന്നിടത്തെല്ലാം ചെന്നുചേരാറുള്ള, അവിടങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെടാറുള്ള ഡോക്ടർ സുരേഷ് കൈർനാറാണ് നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് SFന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ CK റാഷിദ് ബുഖാരിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ ഇടപെട്ട് സംസാരിക്കുന്നത് പ്രമുഖ ദളിത് ചിന്തകനും ആക്ടിവിസ്റ്റുമായ സണ്ണി M കപ്പിക്കാട്, അതേപോലെ മാധ്യമ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമൊക്കെയായ മുഹമ്മദ് ഫക്രുദ്ദീൻ അലി, SFന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ NM സാദിഖ് സഖാഫി എന്നിവരാണ് ഈ സെഷനിൽ നമ്മോട് സംസാരിക്കുന്നത്. അവരെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ വേദിയിലുള്ള ബഹുമാന്യരായ സംഘടനയുടെ നേതാക്കൾ എല്ലാവർക്കും സ്വാഗതം അരുളുന്നു. ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക്
സി കെ റാഷിദ് ബുഖാരി ഉസ്താദിനെ ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.